ഇദ്ദേഹത്തിൻ്റെ ജന്മത്തിനെ സ്വാധീനിച്ചിരിക്കുന്നത് കോമരമായിട്ട് ഉണ്ടായിരുന്ന ഒരു ജന്മമാണ്. പിന്നെ ഓർമ്മ വരുമ്പോൾ വീട്ടിൽ ചുറ്റും ആൾക്കാർ നിന്ന് ആരാണ് നീ എന്ന് ചോദിക്കുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ പിച്ചുമ്പേയും പറഞ്ഞു മുജ്ജന്മമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അതേ സ്ഥലത്ത് താങ്കൾ ഇപ്പോഴും ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭൂതങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഭൂതപ്രേതാദികളാണ് പറയുന്നത്, ഇത് പഞ്ചഭൂതങ്ങളെയാണ് പറയുന്നത്. എന്താ വെള്ളം എടുക്കാനായിട്ട് അവിടെ സർപ്പക്കുളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു സ്വർണ്ണവർണ്ണ നാഗത്തെ ഞാനും അവിടെ നിന്ന് എല്ലാവരും കണ്ടു. തലേ കൈവച്ചത് ഇവർക്ക് ഷോക്ക് പോലെ. എനിക്കും അറിയുന്നുണ്ട്, ഞാനും ആ എനർജി അറിയുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം തലയ്ക്ക് മുകളിലേക്ക് കൈവയ്ക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ദേവതകളുടെ എനർജിയാണ് നമ്മളിലേക്ക് പാസ്സാകുന്നത്. അതിനകത്ത് ഈ പാമ്പുകൾ എന്ന് പറയുന്നത് ഭൂമിയുമായിട്ട് ഏറ്റവും അധികം ഇഴകിച്ചേർന്ന് ഇരിക്കുന്നതാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മൾ മനസ്സിലാക്കുകയില്ല എന്നുള്ളതാണ് ആ ബോധം. ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലില്ല. ഈ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരം വരെ നമ്മൾ സൂക്ഷ്മതലത്തിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഏതെങ്കിലും സോൾസിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുകയില്ല. ഈ പഞ്ചഭൂതങ്ങളുടെ ദേവതയാണ് അയ്യപ്പൻ, ധർമ്മശാസ്താവ്. ആ ശാസ്താവ് വളരെ പവർഫുള്ളാണെന്ന് പറയണം. ആ ശാസ്താവിനെ കൂടി വന്നിച്ചിട്ട് വേണം വടക്കു വശത്ത് കൂടി പുറത്തേക്ക് ഇറങ്ങാൻ. നമ്മൾ ഈ പ്രാർത്ഥനയാണെങ്കിലും സാധനയാണെങ്കിലും എല്ലാം ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മുടെ എല്ലാം ഒരു ധാരണ എന്ന് പറയുന്നത്. സാറിന് അങ്ങനെ ഈശ്വരനെ കണ്ടതായിട്ടുള്ള വല്ല അനുഭവങ്ങളോ എല്ലാം ഉണ്ട്? ഈശ്വരനെ കണ്ടതായ അനുഭവങ്ങളില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മൾ മനസ്സിലാക്കുകയില്ല എന്നുള്ളതാണ്. ഈശ്വരൻ നമ്മുടെ മുമ്പിൽ വരുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ട രീതിയിലായിരിക്കുകയല്ല. അല്ല, പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഈ അബാക് മീഡിയയിൽ വന്നതിന് ശേഷം ഒരു പ്രൊഫഷണൽ ഇതായിട്ടുള്ള ഒരു വ്യക്തി സോഷ്യൽ മീഡിയ വഴിക്ക് തന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, ഫേസ്ബുക്ക് വഴിക്ക്. അപ്പോൾ ആ വ്യക്തി കോൺടാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്പിരിച്വലി കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അനുഭവങ്ങളുള്ളത് അപ്പോൾ ഞാനീ പറയുന്ന അനുഭവങ്ങളുമായിട്ട് സാമ്യമുണ്ട്. പക്ഷേ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മനസ്സിലായി? ഈ പ്രൊഫഷണൽ ഡിഗ്രി കയ്യിലുണ്ടെങ്കിലും ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് വെച്ച് നമ്മളെ പ്രശ്നങ്ങളിലൂടെ കടത്തിവിടുന്നത് കുറേ കാര്യങ്ങൾ തിരിച്ചറിവുകൾക്ക് വേണ്ടിയാണ്. എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ്സുകൾക്കോ ഈ ഗ്രന്ഥങ്ങൾ വായിക്കാനോ ഇത്രയും ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് വിദ്യ അഭ്യസിക്കാനോ ഞാൻ പോകുകയില്ല. ബ്രഹ്മശ്രീ കൃഷ്ണപ്രാന്തിരി തിരുമേനി തന്ന ഇത് വിശ്വാസം ഇല്ലാണ്ട് ഞാൻ കൊണ്ട് നടന്നാൻ. മനസ്സിലായി? പക്ഷേ 50 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ വന്ന പല വിധത്തിലുള്ള ഹർഡിൽസ് അത് വരുമ്പോഴത്തേക്കും നമുക്കൊരു തിരിച്ചറിവ് വരികയാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മുജ്ജന്മം അറിയണം, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ പോകുന്നതെന്നറിയണം. അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ജാതകം ഉണ്ടെങ്കിൽ ചോദിക്കാം. ജാതകം എനിക്കൊരു ടൂളാണ്. എനിക്ക് ജ്യോതിഷം നന്നായിട്ട് നോക്കുന്ന എത്രയോ പേര് ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട്. ജ്യോതിഷം അല്ലെങ്കിൽ ഹസ്തരേഖയൊക്കെ നോക്കുന്ന ആൾക്കാർ വന്ന് തന്നിട്ടുണ്ട്. എനിക്ക് ആ ഗുരു തന്ന അനുഗ്രഹം വെച്ചിട്ട് ഇൻഡ്യൂഷൻ കിട്ടും. ആ ജാതകം വെച്ച് ഇത് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അവർ പറയാറ് ഇത് ജ്യോതിഷന്മാരോട് ചോദിച്ചിട്ട് അവരിത് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയണത് ഇത് ജാതകം വെച്ച് ചിലപ്പോൾ കിട്ടുകയില്ല, എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നത് വെച്ചാൽ പറയുന്നതെന്ന്. അപ്പോൾ ഈ വ്യക്തിയുടെ അടുത്ത് വിളിക്കുകയാണ് ഞാൻ, ഇത് ഫ്രീ ആണെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ഈ വ്യക്തിയെ ഞാൻ വിളിക്കുകയാണ്. വടക്കൻ ജില്ലകളിലുള്ള ആളാണ്. വിളിച്ചിട്ട് അവരുടെ അനുഭവങ്ങൾ ഇന്നതാണോ, നിങ്ങൾ ഇന്നതാണോ എന്ന് ചോദിക്കും. നിങ്ങളുടെ മാനറിസങ്ങൾ ഇന്നതാണോ, സ്വഭാവങ്ങൾ ഇന്നതാണോ എന്നൊക്കെ ചോദിക്കും. അതേന്ന് പറയും. എന്നിട്ട് ഇന്ന ഭൂപ്രകൃതിയുള്ള സ്ഥലത്ത് പോകുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജന്മത്തിനെ സ്വാധീനിച്ചിരിക്കുന്നത് കോമരമായിട്ട് ഉണ്ടായിരുന്ന ഒരു ജന്മമാണ്. ഈ വെളിച്ചപ്പാടെന്ന് കഴിഞ്ഞ ജന്മമോ അതിന് മുമ്പത്തെ ജന്മമോ ആകാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത് കോമരമായിട്ടുണ്ടായിരുന്ന ആ ജന്മത്തിലെ എനർജിയാണ്. അപ്പോൾ ഈ അനുഭവം പറഞ്ഞ് ആ ഒരു ജലാശയം എന്തോ കുറേ കാര്യങ്ങളത് പറഞ്ഞു. ആ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പർട്ടിക്കുലർ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഇവരുടെ ശരീരത്തിൽ പലവിധ എനർജി അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. പലവിധ എനർജി ഇതൊക്കെ ആയിട്ട് പറഞ്ഞ് അത് ആ സ്ഥലം മുൻ ജന്മമായിട്ട് കണക്റ്റഡാണ്. മുജ്ജന്മമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അതേ സ്ഥലത്ത് താങ്കൾ ഇപ്പോഴും ജനിച്ചിരിക്കുകയാണ്. ഇനി ഇന്ന രീതിയിൽ ചെയ്യാൻ പറയും. ഒരു അമ്പലത്തിലൊന്നുമല്ല, അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഞ്ചഭൂതങ്ങളൊക്കെ പറഞ്ഞില്ലേ, എന്ത് ചെയ്യണം, ആകാശമാണെങ്കിൽ എന്ത് ചെയ്യണം, ഭൂമിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നക്ഷത്രങ്ങൾക്ക് ഏതെങ്കിലും നമ്മുടെ ഭൂതം പറയും അല്ലേ, ജലമാണ് അല്ലെ അഗ്നിയാണ്, ആകാശമാണ്, അല്ലെങ്കിൽ വായുവാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഭൂതങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഭൂതപ്രേതാദികളാണ് പറയുന്നത്, ഇത് പഞ്ചഭൂതങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അവരോട് അവരുടെ ഇതിൽ സൂട്ടബിൾ എന്താണ് തോന്നണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ
ഈ ആ പഞ്ചഭൂതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ പറയാൻ പറയും. അവരുടെ ആഗ്രഹങ്ങൾ അവരിത് ചെയ്യുമ്പോൾ അത് യൂണിവേഴ്സിൽ ചെന്നിട്ട് ആ ദേവത എന്ന് പറഞ്ഞ എനർജി ചെന്നിട്ട് തിരിച്ചു വരും. അത് അവർക്ക് ഭയങ്കരമായിട്ട് അതിശയമായിപ്പോയി. കാര്യം ഇവരോട് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്, എനിക്ക് ഇൻഡ്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? അത് എല്ലാവരുടെയും ആ കിട്ടുന്നവരുടെ മാത്രമേ, ആ നിയോഗമുള്ളവരുടെ അടുത്ത് മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ എനിക്ക് അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു യോഗിയുടെ ആത്മകഥ, ഒരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞ്, മഹാവതാർ ബാബാജിയുടെ കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ പരമഹംസ യോഗാനന്ദ ഒരാൾ കമൻ്റ് ഇട്ട് പരമഹംസ യോഗാനന്ദയല്ലേ, അത് യോഗാനന്ദ പരമഹംസയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വ്യക്തി കമൻ്റ് ഇട്ടിരുന്നു. ശരിക്ക് പരമഹംസ എന്ന് പറയുന്ന ഒരു പദം ഒരു ലെവലിലേക്ക് അവരെത്തുന്നതാണ്, പൊസിഷനാണ്. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസനും ആ പരമഹംസ പദത്തിലെത്തിയ ആളാണ്. അതാണ് അങ്ങനെ വരുന്നത്. ആ ഒരു എനർജി കണക്ഷനുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്ന അധികം പേര്. നമ്മൾ ഡിബേറ്റും ചെയ്തത്, നമ്മൾ രണ്ടുപേരുമാണ് ഡിബേറ്റ് ഇരുന്നത്. ആണ് അതിനകത്തിരുന്നതും അതിൽ കുറേ പേര് മഹാവതാർ ബാബാജിയായിട്ട് കണക്ഷനുള്ളവർ അതിൽ വന്നിട്ടുണ്ട്. ഇവരെല്ലാം സാധാരണക്കാരാണ്, ഇവർക്ക് പല അനുഭവങ്ങളാണ്. ഇപ്പോൾ എനിക്ക് ചെറുപ്പകാലം തൊട്ടേ എൻ്റെ ഈ ജന്മം എന്ന് പറഞ്ഞാൽ അത്ര ഈസിയൊന്നും അല്ലായിരുന്നു. അന്ന് കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ പ്രായത്തിൽ ആ 4-5 പേരുണ്ട്, 5 പേരുണ്ട് ഞങ്ങൾ 6 മാസത്തിനുള്ളിൽ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൂപ്പൻ്റെ ജനറേഷനിൽ കുട്ടികളില്ലാത്ത ദമ്പതികളുണ്ടായിരുന്നു. അതിലെ ഒരു അമ്മൂമ്മ, അപ്പൂപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒരു അപകടമരണം, ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നു. ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ 65 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ഇത് സംഭവം, 60കളിലായിരിക്കും. അപ്പോൾ ഇവരുടെ ചടങ്ങുകൾ ചെയ്തു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ അച്ഛൻ, അതുപോലെ അച്ഛൻ്റെ കൊച്ചച്ഛൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്, ഇവർക്കൊന്നും കുട്ടികളാകുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഇതില്ലല്ലോ, ഉടനെ ജ്യോതിഷനെ കാണും ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ അമ്മുമ്മയുടെ ഇത് ആത്മഹത്യ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ ആത്മാവിനെ തൃപ്തിപ്പെടുത്തണമെന്ന് പറഞ്ഞ് എന്തോ ചടങ്ങുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 3-4 പേര് ഒരേ ഏജിലുള്ള ആൾക്കാരാണ്, ആൺകുട്ടികളും പെൺകുട്ടികളായി ഒരേ ഏജിലാണ്. അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ പോയിട്ട് ഡിഫ്തീരിയ, പോളിയോ, മഞ്ഞപ്പിത്തം, 5-ാം പനി, അങ്ങനെ പല ഘടകങ്ങളിലൂടെ കയറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ബൈപ്പാസ് കഴിഞ്ഞ് ഡയബറ്റിക്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുള്ളപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോവുകയാണ്. മനസ്സിലായി? അപ്പോൾ ഈ ഈശ്വരനെ കാണുന്നു എന്ന് പറയുന്നത് ഈസി ആയിട്ടല്ല. നമ്മൾ സുഖലോലുപന്മാരായവർ കാണുന്നുണ്ടെങ്കിൽ, അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ അനുഭവമുണ്ട്. രാത്രിയിൽ ഇങ്ങനെ 2 കണ്ണ് കണ്ട അനുഭവം എനിക്കുണ്ട്. അത് പേടിച്ച് ഞാൻ ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് രാവിലെ ഈ പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു അറക്കൽ എന്ന് പറഞ്ഞൊരു സർപ്പക്കാവുണ്ട് പള്ളിപ്പുറത്ത്, അറക്കൽ, അവിടെ തുള്ളലൊക്കെ നടക്കുന്നത്. അങ്ങനെ കൂടി പോകുമ്പോഴത്തേക്കും ഒരു പട്ടി വരികയും ഞാൻ പേടിക്കുകയും, മനസ്സിലായി, എന്തോ കണ്ട പോലെ പേടിച്ചോടുകയൊക്കെ ചെയ്തു. പട്ടി അവിടെ നിന്ന് കുരയ്ക്കുകയായിരുന്നു ഏതോ പറമ്പിൽ നിന്നിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രാത്രി എൻ്റെ ബോധം പോവുകയായിരുന്നു. ഒരു 10 വയസ്സ് കാണും. ഈ പോളിയോ ഒക്കെ വന്നതിന് ശേഷമാണ് അത് വരുന്നത്. ആ ബോധം പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഓർമ്മ വരുമ്പോൾ വീട്ടിൽ ചുറ്റും ആൾക്കാർ നിന്ന് ആരാണ് നീ ഇന്ന് ചോദിക്കുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ പിച്ചുമ്പേയും പറഞ്ഞു. അതിന് ശാസ്ത്രീയമായിട്ട് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും. അപ്പോൾ ആരോ എൻ്റെ ശരീരത്തിൽ കൂടിയെന്നുള്ള ഒരവസ്ഥയിൽ പിന്നെ അത് 5-ാം പനിയാണ്, ടൈഫോയിഡായിട്ട് മാറുകയായിരുന്നു. ടൈഫോയിഡായിട്ട് മാറി. പക്ഷേ ടൈഫോയിഡിന് സാധാരണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിലും അന്ന് ഡോക്ടർ രവീന്ദ്രൻ സാറ് പള്ളിപ്പുറം സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ അദ്ദേഹം പറഞ്ഞ് വീട്ടിൽ ഇത് ചെയ്താൽ മതി. സാധാരണ ടൈഫോയിഡുകാരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും അന്നത്തെ കാലത്ത്. അദ്ദേഹം പറഞ്ഞ് വേണ്ട, വീട്ടിൽ ശുശ്രൂഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് മാറ്റുകയായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു സർപ്പക്കാവുണ്ട്, ഞങ്ങളുടെ കുടുംബപരമായിട്ട്. ഈ സർപ്പക്കാവിൻ്റെ പ്രതിഷ്ഠയുടെ സമയത്ത് അപ്പോൾ എൻ്റെ ഉപനയനം കഴിഞ്ഞിട്ടുണ്ട്. ഉപനയനം കഴിഞ്ഞ് പൂണിൽ ഇതിലൊക്കെ കൂടും. അപ്പോൾ വെള്ളം കോരാനായിട്ട് വെള്ളം എടുക്കാനായിട്ട് അവിടെ സർപ്പക്കുളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പോൾ ഒരു സ്വർണ്ണവർണ്ണ നാഗത്തെ ഞാനും അവിടെ നിന്ന് എല്ലാവരും കണ്ടു. അതൊരു അനുഭവം. അത് ആ കുളത്തിൽ ആ സമയത്താണ് കാണുന്നത്. അങ്ങനെ പല അനുഭവങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലരുടെ വീട്ടിൽ ചെന്ന് ചിലരെ ബ്ലെസ് ചെയ്യും. ജസ്റ്റ് തലയെ കൈ വെച്ചിട്ട് ബ്ലെസ് ചെയ്യുമ്പോഴത്തേക്കും മണിനാഥം കേട്ടിട്ടുണ്ട്. ഇത് ഒരു 4-5 മാസം മുമ്പ് കൊച്ചിയിൽ
എൻ്റെ തന്നെ കസിൻ സിസ്റ്റർ അഞ്ജു എന്ന് പറഞ്ഞിട്ട് അഞ്ജുവിനെ ബ്ലസ് ചെയ്യുമ്പോൾ ചിലങ്കയുടെ സൗണ്ട് കേട്ട്, ഞാനും കേട്ട് ആ ആളും കേട്ടു. അപ്പോൾ ഞാൻ ഇത് നിർത്തിയിട്ട് പുറത്ത് വന്ന് നോക്കി ആരാണ് ഈ ചിലങ്ക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഡാൻസ് കളിക്കുകയാണ് എന്താണെന്ന്. ആ ചിലങ്കയുടെ സൗണ്ട് ശരിക്കും കൊച്ചി ചെർളായി പാണ്ടിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്. ശരിക്കും അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞപ്പോൾ ഈ അഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞൊരു ചിലങ്കയുടെ ഞാനും കേട്ട് കേട്ടാന്ന് പറഞ്ഞു, മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് ആ മുകളിലുണ്ടായ കുട്ടികളും കേട്ട് ആ സമയം. പക്ഷേ ചിലങ്ക ആരും ഇത് ചെയ്യുന്നില്ല. ആ സമയത്തൊരു നാദം വന്നിട്ടുണ്ട്. ഇതുപോലെ ചേർത്തല ആലുങ്കൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അത് ഞങ്ങളുടെ ഒരു കുടുംബക്കാരുടെ ക്ഷേത്രമാണ്. അവിടെ ഇങ്ങനെ ഒരു ഭാഗവത സപ്താഹത്തിന് പ്രഭാഷണത്തിന് വിളിച്ചിരുന്നു. അവിടെ ചെല്ലുമ്പോഴും ഇങ്ങനത്തെ ചില എനർജി കണക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരാൾ പറഞ്ഞ ഒരു ശ്രീമതി പ്രീതി ആർ റാവു എന്ന് പറയും, അവർ എൻ്റെ ഗ്രൂപ്പിലുള്ളത്. അവർ പറഞ്ഞ് എനിക്ക് ഇവിടെ വെച്ച് ചേട്ടൻ ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് വേണം ബ്ലസ് ചെയ്യണമെന്ന് ചോദിച്ചു. അല്ല ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കുറച്ച് മെഡിറ്റേഷൻ ചെയ്തു. അത് തലേ കൈവച്ചേള് തലേ കൈവച്ചത് ഇവർക്ക് ഷോക്ക് പോലെയായി. എനിക്കും അറിയുന്നുണ്ട്, ഞാനും ആ എനർജി അറിയുന്നുണ്ട്. വെറുതെ നിന്നിട്ട് തലയിൽ ഇങ്ങനെ കൈവയ്ക്കുകയാണ്. പക്ഷെ അവിടെ സർപ്പക്കാവുണ്ട്, അവിടെ ബാലദുർഗയാണ്, മനസ്സിലായി. അതുകൂടാണ്ട് ആ ക്ഷേത്രത്തിൽ ശ്രീചക്രമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെയുണ്ട്. എന്നിട്ട് അവിടെ സർപ്പക്കാവിൽ അവിടെ ഒരു ഹാള് പോലെയുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ വൈഫും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരെ മാത്രം ബ്ലസ് ചെയ്യണമെന്ന് ഇവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ച് ചെയ്തപ്പോൾ എന്തെങ്കിലും കാരണമുണ്ടെന്ന് മനസ്സിലായിട്ട് ചെയ്തതാണ്. അവിടെ അവർ ഭയങ്കരമായിട്ട് അവർക്ക് എനർജി മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ആ ദേവതകളുടെ എനർജിയാണ് ഈ നമ്മൾ ബ്ലസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ അനുഗ്രഹിക്കും, ഇപ്പോൾ നമ്മൾ തിരുമേനിയുടെ അടുത്ത് പ്രസാദം വാങ്ങിച്ചിട്ട് നമ്മൾ ദക്ഷിണ കൊടുക്കുമല്ലോ. ദക്ഷിണ കൊടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം തലയ്ക്ക് മുകളിലേക്ക് കൈവയ്ക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ദേവതകളുടെ എനർജിയാണ് നമ്മളിലേക്ക് പാസ്സാകുന്നത്. അത് എത്രത്തോളം തീവ്രമായിട്ട് അവർ ചെയ്യുന്നോ അത്രത്തോളം എനർജി നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കുറേ അധികം ആൾക്കാർക്ക് ഈ അനുഭവങ്ങളുണ്ട്. ആ ഇടയ്ക്കാണ് ഈ ഇടയ്ക്ക് നമ്മുടെ അബാക് മീഡിയയിൽ വന്ന ഒരു അനുഭവം. തിരുവനന്തപുരത്ത് പോയിട്ട് നിങ്ങളുടെ ടീം പോയിട്ട് എടുത്ത ഒരു ഒരു കുട്ടി ശരീരം വെടിഞ്ഞ് ഇതിലും അങ്ങനത്തെ സോൾസും. ഇപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു സോളാണ്. ഇപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞത്, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ വ്യക്തിപരമായിട്ട് 1126 വർഷം കഴിഞ്ഞു അദ്ദേഹം ശരീരം വെടിഞ്ഞിട്ട്. സ്വർഗാരോഹണം ചെയ്തിട്ട് 1126 വർഷമായി. ആ സമയത്ത് ഒരു മനുഷ്യ ശരീരത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അതൊരു സോളായി. പിന്നെ പറയുന്നത് വേദവ്യാസ മഹർഷി ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുതിയപ്പോൾ അത് ദശാവതാരത്തിലെ 8ാമത്തെ അവതാരമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ഒരു മനുഷ്യ ശരീരമായിരുന്നു, അത് സോളായിരുന്നു. ആ സോള് ഇതായിട്ട് ഒരു ദൈവിക ശക്തിയായിട്ട് വന്ന് നിൽക്കുകയാണ്. അതുപോലെ പല ക്ഷേത്രങ്ങളിലും ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച ഇതാണ് അത് ഈശ്വരീയതയിലേക്ക് മാറുന്നത്. ഈ സർപ്പങ്ങളും അതുപോലെ തന്നെയാണ്. അവിടെ ആരാധിച്ചിരുന്നത് ആ സർപ്പങ്ങളുടെ ആ എനർജിയാണ് നമ്മൾ വിഗ്രഹത്തിൽ ഇത് ചെയ്തിട്ട് നമ്മൾ ആരാധിക്കുക. അതിൻ്റെ എനർജി തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ ആ എനർജി അനുഭവിക്കണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള സമയം വരണം. ഈ സർപ്പങ്ങളും മനുഷ്യരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സർപ്പങ്ങളും മനുഷ്യരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം നമ്മൾ സർപ്പങ്ങളായിട്ടല്ല പിന്നെ മനുഷ്യരാകുന്നത്. ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ബ്രാഹ്മണർ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നില്ലേ, ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ തലങ്ങളെയും ഇപ്പോൾ യോഗയില്ലേ, യോഗ പഠിച്ചിട്ടുണ്ടോ? യോഗയ്ക്ക് പോകുമ്പോൾ പല ആസനമുണ്ട്. കുക്കുടാസനം, മയൂരാസനം, അർജാരാസനം. ഇതൊക്കെ ഒരു ജീവികളുടെ പൊസിഷനാണല്ലേ. ഈ ജീവികൾ ഏതൊക്കെ രീതിയിൽ നിൽക്കുന്നോ ആ രീതിയിൽ നമ്മുടെ ശരീരം ചലിപ്പിക്കുകയാണ്. ആ എനർജിയിലേക്ക് അതിൻ്റെ എനർജി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അത് സ്വായത്തമാക്കുകയാണ്. അതുപോലെ ഈ അമീബ തൊട്ട് ഇങ്ങോട്ട് വൃക്ഷങ്ങൾ, ഈ ജ്ഞാനപ്പാനയിൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എന്ന് പറഞ്ഞ് പൂന്താനം തിരുമേനി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ഓരോ തലത്തിലും കല്ലും ലോഹങ്ങളും ആയിട്ട് കൂടിച്ചേർന്ന് നമ്മൾ നിന്നതിന് ശേഷം വൃക്ഷലതാദികൾ ആ സമയത്താണ് ബീജത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പരിപ്പ് അതിനകത്ത് പോകുന്നത് പരാഗണം നടന്നൊരു ബീജത്തിലേക്ക് പോകുന്നുണ്ടല്ലോ, അവിടം തൊട്ട് ഈ ആത്മാവിൻ്റെ സഞ്ചാരം തുടങ്ങുകയാണ്. ഓരോ കാരണശരീരം നമ്മുടെ ഊർജ്ജ ശരീരം മാറ്റം വരികയാണ്. അതിനകത്ത് ഈ പാമ്പുകൾ എന്ന് പറയുന്നത് ഭൂമിയുമായിട്ട് ഏറ്റവും അധികം ഇഴകിച്ചേർന്ന് ഇരിക്കുന്നതാണ്. പാമ്പ് കിടക്കുന്ന പോലെ ഭൂമിയിൽ കംപ്ലീറ്റ് ഇതായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആണോ? അതെ. വേറെ ഏതെങ്കിലും ജീവിക്ക് സാധിക്കുമോ? ഇല്ല. രണ്ട് കാലും രണ്ട് കൈയും എടുത്ത് നീട്ടി നമുക്ക് നിവർന്ന് കിടക്കാം, മലന്ന് കിടക്കാം, നിവർന്ന് കിടക്കാം, ഉരുളാം.
ഇതേ സാധനം ഇതേ രീതി തന്നെ പാമ്പുകൾ അവരുടെ ആകൃതി വെച്ച് ചെയ്യുന്നില്ലേ എനർജി. പിന്നെ പറയുന്ന ഈ കുണ്ടലിനി ശക്തിയിൽ ആ ജീവൻ ആദ്യം ഈ 3 ചുറ്റിൽ നേരെ നട്ടെല്ലിൻ്റെ താഴെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി തൊഴുതിട്ടുണ്ടോ? എന്തെങ്കിലും പ്രത്യേകതകൾ തോന്നിയിട്ടുണ്ടോ അവിടെ? എന്തെങ്കിലും എനർജി ഫീൽ ആകുന്ന ആളാണോ? സാധാരണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു എനർജി മാത്രമേ. അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേൽക്കാവി തൊഴുത് കീഴ്ക്കാവി തൊഴുത് എന്നിട്ട് മേൽക്കാവി വരും. ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, ഒരു കുണ്ടലിനി പ്രവാഹം അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ജീവശക്തി നമ്മളിലേക്ക് കയറുന്ന മൂർധാവി കൂടെയാണ്. ആത്മാവിൻ്റെ ജീവശക്തി, ആ ബോധം, ആത്മാവെന്ന് പറയണത് നമ്മുടെ ശരീരത്തിലില്ല. അത് ഈ മൂർധാവി കൂടി. അതാണ് ഈ കൊച്ചു കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് നോക്കി ഇവിടെ ഇങ്ങനെ പൾസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ 1 വയസ്സാകുമ്പോഴാണ് അവരുടെ ഇവിടുത്തെ ആ പൾസ് ഇങ്ങനെ ടക്ക് ടക്ക് അടിക്കുന്നത്. ഇങ്ങനെ കൂടിയാണ് ഈ ജീവശക്തി നേരെ കയറിയിട്ട് ഈ ഇടപിംഗള നാഡി, സുഷുമ്ന നാഡി എന്ന് പറയുന്ന അതിൽ കൂടി കയറിയിട്ട് മൂലാധാരത്തിൻ്റെ ഏറ്റവും താഴെ വരുന്നത്. ഇത് എല്ലാ ജീവികൾക്കും ഉണ്ട്. ഇതേ സംഭവം നടക്കുന്നുണ്ട്. ഈ മൂലാധാര ചക്രമുണ്ട്. മൂലാധാരം സ്വാധിഷ്ഠാനം കൊണ്ടാണ് ഇതും ആഹാരം കഴിക്കലുമൊക്കെ വരുന്നത്. ഈ മണിപൂരകം തൊട്ടാണ് മനുഷ്യൻ്റെ ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ചോറ്റാനിക്കര ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മേൽക്കാവിലമ്മനെ തൊഴും. നേരെ മുകളിലത്തെ എനർജിയിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് പ്രവേശിച്ച് അവിടെ പ്രദക്ഷിണം എടുത്ത് അകത്ത് കയറി തൊഴുത് കഴിഞ്ഞ് നമ്മൾ കീഴ്ക്കാവിലേക്ക് പോകും. കീഴ്ക്കാവിലേക്ക് പോയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോറ്റാനിക്കര അമ്മ ഇരിക്കണ ആ പീഠത്തിൻ്റെ താഴെയാണ് കീഴ്ക്കാവിലെ അമ്മയുടെ താഴികക്കുളം. പൊക്കം ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ? കീഴ്ക്കാവിലെ അമ്മയുടെ ഇപ്പോൾ ശ്രീകോവിലുണ്ടല്ലോ, ശ്രീകോവിൽ കഴിഞ്ഞ് അതിൻ്റെ ഇതായിട്ട് താഴികക്കുടം കാണുമല്ലോ. ആ താഴികക്കുടത്തിൻ്റെ ആ ഒരു പൊക്കമുണ്ടല്ലോ, ലെവലുണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് മേൽക്കാവിൽ അമ്മ ഇരിക്കണത്. എന്നിട്ട് കീഴ്ക്കാവിൽ പ്രദക്ഷിണം എടുത്തിട്ട് നമ്മൾ മേൽക്കാവിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കുണ്ടലിനി ഈ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരം വരെ നമ്മൾ സൂക്ഷ്മതലത്തിൽ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതാണ് ഈ ചോറ്റാനിക്കര പല അത്ഭുതങ്ങളും നടക്കണതിൻ്റെ ഒരു കാര്യം. അതാണ് കീഴ്ക്കാവിൽ ഒരുമാതിരി എനർജീസ് പിടിക്കണതിൻ്റെ കാര്യം. അതാണ് ഈ സോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ചിലരെ ഞാൻ പറയാറുണ്ട്, അവരെ ചോറ്റാനിക്കര കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് 1 മാസം മുമ്പ് ഞാൻ പോയതാണ്. അതൊരു സോൾ പ്രസൻസ് ഉള്ള ഒരു കുട്ടീനെ അവിടെ കൊണ്ടുപോയി തൊഴിച്ച് കുറച്ച് നേരം അവിടെ മെഡിറ്റേഷൻ ഇരുന്നായിരുന്നു. അവിടെ പോയി പിന്നെ മേൽക്കാവി തൊഴുത് ഇത് ചെയ്തിട്ട് പിന്നെയും കീഴ്ക്കാവി തൊഴുതിട്ട് മേൽക്കാവി പോയി. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഈ പ്രദക്ഷിണം എടുത്ത് കഴിയുമ്പോൾ ഈ സഹസ്രാരത്തിൽ നിന്ന് മൂലാധാരത്തിൽ വന്ന്, മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിൽ വന്ന്. അപ്പോൾ ഈ നമ്മുടെ ഏതെങ്കിലും സോൾസിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ആൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുകയില്ല. ഡൈജഷൻ പ്രോബ്ലം വരും. നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖം വന്നാലും ആദ്യം വരുന്ന ഡൈജഷൻ പ്രോബ്ലമാണ്. ഈ സോൾസിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ വന്നാലും ഡൈജഷൻ പ്രസൻസാണ്. പലരുടെ അനുഭവങ്ങൾ അതാണ്. അപ്പോൾ അതാണ് ഈ മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവത. മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവത ഗണപതിയാണ്, മൂലാധാരത്തിൻ്റെ ദേവത. പക്ഷേ അവിടെ ആ ദേവീ സങ്കല്പത്തിൽ ഭദ്രകാളി മറ്റുമാണ്. ആ ദേവീ സങ്കല്പത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ എനർജി ഫോഴ്സ് ഉള്ളവർക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ അത് അവിടെ സമർപ്പിക്കാണ്ട്, അതവിടെ ആകർഷിക്കപ്പെടാണ്ട് അവർക്കത് വിട്ട് അതിൻ്റെ പരിധി വിട്ട് പോകാൻ പറ്റുക. പിന്നെ പോയി കഴിഞ്ഞാൽ ആ മൂലാധാര ചക്രം സ്വാധിഷ്ഠാനമൊക്കെ ക്ലീനായിട്ട് അവർ നേരെ ചോറ്റാനിക്കര അമ്മ മേൽക്കാവിലെ അമ്മനെ വന്നു തൊഴും. ആ ഒരു ഡിവൈൻ എനർജി ഫ്ലോ ഈ ചോറ്റാനിക്കരയിലുണ്ട്. ഇത് എനിക്ക് അനുഭവമാണ്. ഇത് പലർക്കും അനുഭവമാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ താഴെ പലരും ഈ അനുഭവം പറയും. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഈ പഞ്ചഭൂതങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നൊരു സ്ഥലമാണ്. വേറെന്ന് പറയാം, നമ്മൾ ശിവന് പറയുന്നൊരു ശ്ലോകമുണ്ടല്ലേ, ശിവനല്ല, അയ്യപ്പന്. ഭൂതനാഥ സദാനന്ദ സർവഭൂതയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്ത്രേതുഭ്യം നമോ നമ. ഈ പഞ്ചഭൂതങ്ങളുടെ ദേവതയാണ് അയ്യപ്പൻ, ധർമ്മശാസ്താവ്. ചോറ്റാനിക്കര അമ്മയുടെ മേൽക്കാവിലെ അമ്മയുടെ വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന ശാസ്താവാണ്. അവിടെ കുറേ ആണി തറച്ച പാടുകളൊക്കെ കാണും, ആണി തറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ അമ്മയുടെ ഒരു ഇതായിട്ട് മകനോ ആ രീതിയിൽ നിന്നിട്ട് എന്ന് പറഞ്ഞാൽ ശിവപാർവതി, ശിവൻ പിതൃസ്ഥാനത്താണല്ലോ. അയ്യപ്പൻ്റെയും മുരുകൻ്റെയും ഗണപതിയുടെയും എല്ലാം പിതൃസ്ഥാനത്താണ് ശിവൻ. അപ്പോൾ ഈ ചോറ്റാനിക്കര അമ്മയെന്ന് പറയുന്നത് മാതൃസ്ഥാനത്താണ്. അപ്പോൾ അദ്ദേഹം അവിടെ പവർഫുള്ളാണെന്നാണ് പറയുന്നത്. ഈ ഇതിനെ ഒക്കെ ഇത് ചെയ്യാൻ എൻ്റെ ഗുരു പറഞ്ഞു, ബ്രഹ്മശ്രീകൃഷ്ണൻ എമ്പ്രാന്തിരി തിരുമേനി പറഞ്ഞിട്ടുള്ള അറിവാണ്. ഈ ശാസ്താവ് വളരെ പവർഫുൾ. പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കണ ചോറ്റാനിക്കര അമ്മയുടെ
വടക്ക് കിഴക്കേ മൂലയിൽ ശ്രീകോവിലിൻ്റെ അത് തന്നെ നാലമ്പലത്തിനുള്ളിലിരിക്കുന്ന ആ ശാസ്താവ് വളരെ പവർഫുള്ളാണെന്ന് പറയണം. ആ ശാസ്താവിനെ കൂടി വന്നിച്ചിട്ട് വേണം വടക്ക് വശത്ത് കൂടി പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ചോറ്റാനിക്കരയിൽ ആ ഒരു ഡിവൈൻ എനർജി പവർ അനുഭവിക്കാൻ പറ്റുന്ന സ്ഥലമാണ്.